സനിസ ശോഭാചന്ദ്രൻ വിവരവുമായി. സനിസ, എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്? വിദ്യാർത്ഥി സ്കൂളിൽ തേവര ബോയ്സ് സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഒരു സംഭവം അതീവ ദുഃഖകരമായ ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. മാധ്യമങ്ങളിലൂടെയാണ് മന്ത്രി വിവരം അറിഞ്ഞത്. മന്ത്രി വളരെ വ്യക്തമായി തന്നെ ഒരു വിമർശനം ഉന്നയിക്കുകയുമുണ്ടായി. HM-നും പ്രിൻസിപ്പാളിനും അവിടെ എന്താണ് ജോലി എന്നായിരുന്നു ആ ചോദ്യം. സംഭവ സ്ഥലത്തേക്ക് വിദ്യാഭ്യാസ ഡയറക്ടർ പോയിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് ശേഷം മന്ത്രി തന്നെ സംഭവ സ്ഥലത്തേക്ക് പോകുമെന്നും പറയുകയുണ്ടായി. സ്കൂൾ തുറക്കും മുന്നേ പലതവണ ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നതായും മന്ത്രി പറയുകയുണ്ടായി. നിരവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വൈദ്യുത കമ്പി സ്കൂൾ കോമ്പൗണ്ട് വഴി പോവാൻ പാടില്ലെന്ന് മുന്നേ നിർദ്ദേശം നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇലക്ട്രിക്കൽ ലൈൻ പോകുന്നത് അധ്യാപകർ കാണുന്നില്ലേ? HM-നും പ്രധാന അധ്യാപകനൊക്കെ എന്താ അവിടെ ജോലി എന്നാണ് മന്ത്രി ഉന്നയിക്കുന്ന ചോദ്യം. കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തും. വീട്ടിലെ ഒരു മകൻ നഷ്ടപ്പെട്ട സങ്കടമാണ് ഈ ഒരു മരണം ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി പറയുകയുണ്ടായി. എന്തൊക്കെ സഹായം ചെയ്യേണ്ടി വന്നാലും അത് സർക്കാർ ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതലായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത്. മറ്റ് സ്കൂളുകൾ സമാനമായ വൈദ്യുത കമ്പി പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും സ്കൂളിലെ അനാസ്ഥയാണോ എന്നത് വ്യക്തമല്ല, അതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പിന്നെ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകരെ ഏത് തരത്തിലുള്ള അനാസ്ഥയാണെന്നും അവരെന്താണ് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും താഴ്ന്ന രീതിയിൽ കമ്പി പോകുന്ന സാഹചര്യം കണ്ടിട്ടും എന്താണ് ഈ അധ്യാപകർ ചെയ്തതെന്ന് ഇത്തരത്തിലുള്ള എല്ലാ വിഷയത്തിലേക്കും കർശനമായ അന്വേഷണം നടത്തും. വീഴ്ച കണ്ടാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരണത്തിൽ പറഞ്ഞത്. കൂടാതെ തന്നെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് തലത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെയും ചീഫ് ഇലക്ട്രിക് ഇൻസ്പെക്ടർക്കും അന്വേഷണത്തിൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. 2 മണിക്കൂറിനകം തന്നെ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും ഈ അന്വേഷണത്തിന് ശേഷം കുറ്റം തെളിയുകയാണെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.